നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും തട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള കുറച്ചധികം മസാലയോട് കൂടിയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. സ്ട്രീറ്റ് സ്റ്റൈലിലുള്ളൊരു ബിരിയാണി. നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല മണവുമാണ് ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള ഈ സ്ട്രീറ്റ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് അരി കുതിർത്തെടുക്കണം. ഞാനിവിടെ ടിൽഡയുടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് കുറച്ച് നല്ല ബ്രാൻഡ് ടിൽഡയാണെന്ന്. ഗൾഫിലൊക്കെ ആണെങ്കിൽ കുറേ നല്ല അരികൾ കിട്ടും. അപ്പോൾ 4 കപ്പ് അരിക്കാണ് ഇന്ന് ഞാൻ ചോറുണ്ടാക്കുന്നത്. 4 കപ്പ് അരി നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും അരി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പോൾ കഴുകിയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇനി ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളം ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. ഇനി കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. 1300 ഗ്രാമുള്ളൊരു ചിക്കനാണിത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വെച്ചതാണ്. അധികം വലിയ പീസായിട്ടല്ല, അല്പം ചെറിയൊരു പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 സവാള അരിഞ്ഞതെടുക്കാം. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 തക്കാളി ചേർക്കാം. 1/2 കപ്പ് പുതിനയില അരിഞ്ഞത്, 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ, ഒരെണ്ണവും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് തന്നെ യോജിപ്പിച്ചോളൂ. തക്കാളിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഞെരടി അതിൻ്റെ വെള്ളം വരണം. ആ വിധത്തിൽ നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് അരിയണം, എങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. ഈ 4 സവാളയിൽ നിന്നും ആദ്യം നമുക്ക് പകുതി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 2 സവാള അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ആവണം. സവാള ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സവാള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി 2 സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാള ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്താലേ സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. 3 ഗ്രീൻ ഏലക്കായ്, കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി പട്ട, ഒരു ബ്ലാക്ക് ഏലക്കായ്, അത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 ഗ്രാമ്പൂ, ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത സവാളയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് 5 പച്ചമുളക് നെടുകെ കീറിയത് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും മല്ലിയിലയും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ലൊരു മണം വരുന്നത്. മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടി കുഴഞ്ഞിട്ടുള്ളൊരു നല്ല മണം. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഈ മസാലകളൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കനും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ മസാലയുടെ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അമർത്തി വെക്കുക. ഇനി നമുക്കിതിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്തോളും. ഈ സമയത്ത് നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. 4 കപ്പ് അരിയാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ഈ പാത്രത്തിൽ 6 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മസാല റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും മസാലയും ഒക്കെ കൂടെ ഒരുമിച്ച് വെന്തിട്ടുള്ള നല്ലൊരു മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വറ്റിച്ചെടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ഈ മസാല മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവൻ മസാലയും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുതിർത്ത് വെച്ച അരി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഈ അരി ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ ഡാൽഡ പോലുള്ള എന്തെങ്കിലും ആയിരിക്കും ചേർക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഈ അരിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. നന്നായിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 8-9 മിനിറ്റ് മതിയാവും ഈ ചോറ് ഇനി നന്നായിട്ട് വെന്ത് കിട്ടാൻ. തിളച്ചതിന് ശേഷം അത്രയും സമയം വേണ്ടി വരുള്ളൂ. ഒരു 8-10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ചോറിൽ നിന്നും പകുതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേർപകുതി തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി ചോറ് ഒന്ന് നിരപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം ഗരം മസാല പൊടി വിതറി കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബിരിയാണിയുടെ കളറിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ സാഫ്രോൺ മിൽക്ക് ചേർക്കാം.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിക്കരുത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മസാലയും ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറും ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കുക. വീണ്ടും ഗരം മസാല പൊടിയും കളറും ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിന് വേണ്ടി മസാല ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് ചോറുണ്ടാക്കുന്നതും ബിരിയാണി ദമ്മിടുന്നതും ഒക്കെ ആ ഒരു പാത്രത്തിലാണ്. അതുകൊണ്ട് ആദ്യം മസാല ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വലിയ ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് വിളമ്പാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു മണമാണ് ഈ ബിരിയാണിക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സവാളയും തക്കാളിയും മല്ലിയിലും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ ബിരിയാണിക്ക് ഇത്രയും നല്ല മണം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു മണമാണ് ഇതിന്. പ്ലേറ്റിൽ വിളമ്പി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹോട്ടൽ ബിരിയാണിയുടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്